ഇന്ന് നമ്മുടെ മുൻപിലേക്ക് എത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് അത് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് നമ്മൾ ആവശ്യപ്പെട്ട ധനസഹായത്തിന് പകരം കേന്ദ്ര സർക്കാർ വായ്പ അനുവദിച്ചിരിക്കുന്നു എന്നതാണ്. നമ്മൾ ചോദിച്ചത് പ്രത്യേക ധനസഹായമായിരുന്നു. പക്ഷേ കേന്ദ്രം അനുവദിച്ചതാകട്ടെ 529.50 കോടി രൂപയുടെ വായ്പ. ആ പണം നമ്മൾ തിരിച്ചടയ്ക്കുക തന്നെ വേണം. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട നിബന്ധന കൂടിയുണ്ട്. ഈ മാർച്ച് 31-നകം ആ പണം ചെലവഴിക്കുകയും വേണമെന്ന ഏറ്റവും കടുത്ത ബുദ്ധിമുട്ടേറിയ നിബന്ധന കൂടി വച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തിന് ധനമന്ത്രി പറയുന്നത് നമുക്ക് വേണ്ടത് ഗ്രാന്റാണ്. കാരണം നമ്മൾ ആ നാടിനെ പുനർനിർമ്മിക്കാനുള്ള വലിയ ശ്രമത്തിലാണ്. അപ്പോൾ കേന്ദ്രത്തിന്റെ സഹായമാണ് നമുക്ക് വേണ്ടത്, അതല്ലാതെ വായ്പയല്ല എന്നാണ് ധനമന്ത്രി ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഷീജ തിരുവനന്തപുരത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സംസ്ഥാനം നിരവധി നിവേദനങ്ങളാണ് കേന്ദ്രത്തിന് നൽകിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട് 2000 കോടി രൂപയുടെ പാക്കേജ് സംസ്ഥാനം ആവശ്യപ്പെട്ടിരുന്നു. അത് പരിഗണിച്ചിരുന്നില്ല. അതിന് മുൻപ് തന്നെ 1500ഓളം കോടി രൂപയുടെ ധനസഹായം സംസ്ഥാനം ആവശ്യപ്പെട്ടിരുന്നു. അത് ധനസഹായം ഗ്രാൻഡായി അനുവദിക്കണം എന്നുള്ളൊരാവശ്യമാണ് സംസ്ഥാനം മുന്നോട്ട് വെച്ചിരുന്നത്. പക്ഷേ അതൊന്നും അംഗീകരിച്ചില്ല. മറിച്ച് ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്നും വായ്പയായി തുക അനുവദിച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വായ്പയായി 529.50 കോടി രൂപയാണ് ഇപ്പോൾ കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത്. അതും കാപ്പെക്സ് വായ്പയായിട്ടാണ് അനുവദിച്ചിരിക്കുന്നത്. കാപ്പെക്സ് വായ്പ എന്ന് പറയുമ്പോൾ അതിന് 50 വർഷത്തെ തിരിച്ചടവ് കാലയളവുണ്ട്. അതിനൊപ്പം തന്നെ പലിശരഹിത വായ്പയാണ്. പക്ഷേ സംസ്ഥാനം ഇതായിരുന്നില്ല ആവശ്യപ്പെട്ടിരുന്നത് എന്നിരിക്കെയാണ് ഇത്തരത്തിൽ ഒരു വായ്പയായി ഈ പുനരധിവാസത്തിന് വേണ്ടി തുക അനുവദിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുള്ളത്, ഇതിൽ ഒരു നിബന്ധന കൂടി കേന്ദ്ര സർക്കാർ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ സാമ്പത്തിക വർഷത്തിന്റെ അവസാനം എന്ന് പറയുന്നത് 2025 മാർച്ച് 31 ആ മാർച്ച് 31-നകം ഈ തുക പൂർണ്ണമായും ചെലവഴിച്ചു എന്നുള്ളത് രേഖാമൂലം അതിന്റെ രേഖകൾ സഹിതം കേന്ദ്ര സർക്കാരിനെ അറിയിക്കണം എന്നുള്ളതാണ്. ഇത് വലിയ തോതിലുള്ള പ്രതിസന്ധി തന്നെയാണ് സംസ്ഥാനത്തിന് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് ധനമന്ത്രി KN ബാലഗോപാലും പ്രതികരിച്ചത്. അതൊരു പ്രായോഗികമായ വലിയ പ്രശ്നമാണ്. ഇത്രയും തുക മാർച്ച് 31-നകം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. സാധാരണ നിങ്ങൾക്കെല്ലാം ഊഹിക്കാം എത്ര ചെറിയൊരു തുകയായപ്പോൾ ഇതിനകത്ത് ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അത് പ്രായോഗികമായിട്ട് എങ്ങനെയാണ് അതിൻ്റെ UC കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുന്നുണ്ട്. ധനവകുപ്പ് ആ കാര്യങ്ങൾ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ബന്ധപ്പെട്ട വകുപ്പുകളുമായിട്ട് ആ കാര്യം നോക്കുന്നുണ്ട്. അതൊരു പ്രായോഗിക പ്രശ്നം തന്നെയാണ്, വലിയ പ്രശ്നമാണ്. ഇതുപോലെയാണ് പല കേന്ദ്ര പദ്ധതികളുടെയും പ്രായോഗികമായിട്ടുള്ള അനുഭവം. ഏതായാലും ഇതിൽ ഈ തുക വിനിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ വലിയ പരിശോധനകൾ നടത്തുന്നുണ്ട്. കാരണം ഒരു തരത്തിലും ഈ ഫെബ്രുവരി പകുതിയോടുകൂടി അനുവദിച്ച തുക മാർച്ച് 31 പൂർണ്ണ തോതിൽ അത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് വലിയ പ്രതിസന്ധി തന്നെയാണ്, വലിയ വെല്ലുവിളി തന്നെയാണ് സംസ്ഥാനത്തിന്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം KSDMA മുഖാന്തരം വിവിധ വകുപ്പുകളാണ് ഈ കേന്ദ്രത്തിന് 16 പദ്ധതികൾ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ആ 16 പദ്ധതികൾക്കായിട്ടാണ് ഈ തുക ഇപ്പോൾ കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 16 പദ്ധതികളിലേക്കായി ഈ തുക നൽകി ആ തുക അത് പൂർണ്ണമായും ഉപയോഗിച്ചു എന്നുള്ളത് വരുത്തി തീർക്കണമെങ്കിൽ, ആ കണക്ക് ബോധിപ്പിക്കണമെങ്കിൽ അതിൻ്റെ പ്രവൃത്തികൾ പൂർത്തിയാകേണ്ടതുണ്ട്. അത് ഏത് രീതിയിൽ പൂർത്തിയാക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ സംസ്ഥാനത്തിന് മുന്നിൽ നിൽക്കുന്ന വലിയ ഒരു വെല്ലുവിളി. ഇതോടുകൂടി എന്തായാലും ഒരു കാര്യം വ്യക്തമാകുന്നത്, പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഏതായാലും ധനസഹായം നൽകാൻ കേന്ദ്രം ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് വായ്പയായി, അതായത് ആ തുക തിരിച്ചടയ്ക്കുന്ന രീതിയിൽ തന്നെ അനുവദിച്ചാൽ മതി എന്നുള്ളൊരു കേന്ദ്ര നിലപാടാണ് ഈ വിഷയത്തിൽ ഉള്ളത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഏതായാലും ഇതിൽ നേരത്തെ ഉള്ളതിന് സമാനമായി തന്നെ രാഷ്ട്രീയപരമായി തന്നെയാണ് വിഷയത്തെ കേന്ദ്രം സമീപിച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്.